പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും സമ്പത്തും ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതം ദുഃഖകരമാകുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യും. പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മളെക്കാളും മെച്ചപ്പെട്ട സാഹചര്യത്തിൽ കഴിയുന്നവര്, നമ്മളെക്കാളും സമ്പത്തുള്ളവര്, അല്ലെങ്കിൽ നമ്മളെക്കാളും സൗന്ദര്യവും ആ രീതിയിൽ നമ്മളെക്കാളും മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള ആളുകളുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതം കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ദുഃഖത്തിലാകുകയാണ് ചെയ്യുന്നത്. നമ്മൾ നിരാശപ്പെടുന്നു. അവരൊക്കെ അങ്ങനെ ജീവിക്കുന്നു, എനിക്ക് ഇങ്ങനെയാണുള്ള ഒരു സാഹചര്യം. ഇതല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ചിന്ത വേണ്ടുന്നത്. നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെക്കാളും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവര് ധാരാളമുണ്ട്. അവരിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ അവരെക്കാളും എത്രയോ മെച്ചപ്പെട്ട രീതിയിലാണ് ജീവിക്കുന്നത്. ഇനിയും എനിക്ക് ധാരാളം മെച്ചപ്പെടുവാനായിട്ട് സാധിക്കുമല്ലോ, അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം ഇതിലും മെച്ചപ്പെടുത്താൻ സാധിക്കും, എനിക്ക് ഇതിലും സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന ഒരു മനോഭാവമാണ് നമ്മൾക്ക് വേണ്ടുന്നത്. ഇന്ന് സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 34-ാമത്തെ തിരുവചനമാണ്. ആ വചനം പറയുന്നു, നാളെയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ആകുലരാകരുത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന മറ്റൊരു കാരണമാണ് നമ്മൾ നാളെ എന്ത് ചെയ്യും, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നാളത്തെ പ്രശ്നം ഞാൻ എങ്ങനെ പരിഹരിക്കും, ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ഉള്ള മനസ്സമാധാനം പോയി നമ്മുടെ വീട്ടിലുള്ളവരുടെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന രീതിയിൽ, നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പലപ്പോഴും നമ്മുടെ ജീവിതം ദുസ്സഹമാക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിങ്ങൾ നാളെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ വ്യാകുലരാകണ്ട, ആകുലചിത്തരാകണ്ട. നമ്മൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? നാളത്തെ പ്രശ്നം എങ്ങനെ നമ്മൾക്ക് ഓവർകം ചെയ്യാം, എങ്ങനെ തരണം ചെയ്യാമെന്ന് ഇന്ന് നമ്മളൊന്ന് സമാധാനത്തിൽ ആലോചിക്കുക. നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ ആവാത്ത പ്രശ്നമാണെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് സ്വാധീനമുള്ള വ്യക്തികളെ കൊണ്ടോ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ എന്നൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് സാധിക്കത്തില്ല എങ്കിൽ, മനുഷ്യർക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നമാണ് നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്നതെങ്കിൽ, നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നമ്മൾ ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങൾ വിട്ടുകൊടുക്കുക. നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ബാക്കിയെല്ലാം ദൈവഹിതത്തിന് വിടുക. തീർച്ചയായിട്ടും ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നമ്മളുടെ പ്രശ്നം പരിഹരിക്കുവാനായിട്ട്, നമ്മളെ സഹായിക്കുവാനായിട്ട്, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയെ സഹായകനായിട്ട് ദൈവം അയച്ചേക്കാം. അതുകൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അകലപ്പെടുന്നതിന് പകരം നമ്മൾക്ക് ആശ്രയിക്കാവുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മൾക്ക് ചെയ്യാവുന്ന ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ആ പരിഹാരം തരുവാനായിട്ട് ശക്തനായ ഒരു ദൈവം നമ്മൾക്ക് ഉണ്ട് എന്നുള്ള വിശ്വാസം എപ്പോഴും നമ്മൾക്കുണ്ടാകണം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നേരുന്നു. നിങ്ങളുടെ അതിരുകൾ വിസ്തൃതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു സന്ദേശമായിട്ട് നമുക്ക് നാളെ കാണാം.